KCL സീസൺ 2 തുടങ്ങുകയാണ്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങളും. മുഹമ്മദ് അസറുദ്ദീൻ നമുക്കൊപ്പം ചേരുകയാണ്, ആലപ്പി റിപ്പിൾസിന്റെ ക്യാപ്റ്റൻ. അസറേ, ഇതൊരു വല്ലാത്ത ഒരു വിൻഡോയാണ്, വലിയ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ. അതെ, തീർച്ചയായിട്ടും അതെ, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഘ്നേഷ് പുത്തൂർ. അതേപോലെ തന്നെ വിഷ്ണു വിനോദാണെങ്കിലും സച്ചിൻ ചേട്ടനാണെങ്കിലും തീർച്ചയായിട്ടും ഇതിൽ ഒരു എക്സ്ട്രോർഡിനറി ആയിട്ട് ഒരു സാധനം ചെയ്തുകൊണ്ടാണ് IPL കിട്ടിയത്. IPL ഡിമാൻഡ് ചെയ്യുന്ന ഒരു കേസേ ഉള്ളൂ. അതായത് നമ്മളിങ്ങനത്തെ സ്റ്റേറ്റ് ടൂർണമെൻറ്റ്സ് കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും അവർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ ചെയ്യണമെന്നുള്ള. കഴിഞ്ഞ വർഷം വിഷ്ണു വിനോദ് 32 ബോളിൽ 100ആയിരുന്നു. സച്ചിൻ ചേട്ടൻ ഒരു 12 മാച്ചിൽ 700 മേലെ റൺ, ഇൻക്ലൂഡിങ് 200, ദാറ്റ് ടു മാച്ച് വിന്നിങ് ഇന്നിങ്സ്. അപ്പോൾ അതേപോലെ എക്സ്ട്രോർഡിനറി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അത് നോട്ടീസ് ചെയ്യുന്നുള്ളതാണ്. തീർച്ചയായിട്ടും നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് എന്തായാലും നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. ഇത്തവണ കുറേ പുതിയ താരങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു കഴിഞ്ഞ തവണത്തെ വിജയം, അതോടൊപ്പം തന്നെ നമ്മൾ രഞ്ജി ട്രോഫിയിൽ നമുക്ക് വന്ന ഒരു വലിയ ഫൈനലിലെത്തിയ നമ്മുടെ ഒരു വലിയ പ്രകടനം ഇപ്പോൾ അടിമുടി മാറുകയാണ്. തീർച്ചയായിട്ടും അതെ. ക്രിക്കറ്റ്, അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം 2015 തൊട്ട് ഞാൻ കേരള സീനിയർ ടീമിൻ്റെ ഭാഗമാണ്. അപ്പം എനിക്ക് തോന്നുന്നൊരു സംഗതി, ക്രിക്കറ്റ് തീർച്ചയായിട്ടും മാറുന്നുണ്ട്, നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ്സും അത് വേറെ ലെവലിലാണ് അത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ തീർച്ചയായും നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ട് തന്നെ അറിയാം, ഇതൊരു മംഗലപുരം സ്റ്റേഡിയമാണ്, ഇത് KCന്റെ സ്വന്തം സ്റ്റേഡിയമാണ്. ഇവിടെ പുതിയ ലൈറ്റ്സ് വന്ന്, നമുക്ക് പ്രാക്ടീസ് ഫെസിലിറ്റീസ് വന്ന്, ഒരുപാട് കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ക്രിക്കറ്റ് മാറുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ആൾക്കാർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. കേരള ക്രിക്കറ്റ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് പോകുന്നത്. ഒരു അടുത്തൊരു ജനറേഷൻ്റെ ഒരു മൈൻഡ് സെറ്റേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ വർഷം ഫൈനൽ കളിച്ചപ്പം 19 വയസ്സുള്ള ഇമ്രാനും 20 വയസ്സുള്ള ആപ്പിൾ ടോമുമാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അവർ കളിക്കുന്ന രഞ്ജി ട്രോഫി ഫൈനൽസ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഫസ്റ്റ് മാച്ച് ഇല്ലെങ്കിൽ സെക്കൻഡ് മാച്ചാണ് അവർ വന്ന് രഞ്ജി ട്രോഫി കളിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു മാറ്റത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ആദിത്യ, നമ്മുടെ ടീമിൽ തന്നെയുള്ള ആദിത്യ, 19 വയസ്സുള്ള ആദിത്യ സാധ്യമായ പേസറാണ്. അതെ അതെ, അവ ഇപ്പം MRF ക്യാമ്പിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടുന്ന് ഒരു എക്സ്പോഷർ കിട്ടിയ ഒരാളാണ്. ചെറിയ 19 വയസ്സേ ഉള്ളൂ. ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു ടെസ്റ്റ് 137 എന്തോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് 140, വിച്ച് മീൻസ് കാലിബർ ഉള്ള ഒരുത്തനാണ്. തീർച്ചയായിട്ടും അത് കേരളത്തിന് ഗുണം ചെയ്യുന്നത്. അസറ നമ്മളെ ഞെട്ടിച്ചതാരാണ്, 10-35 പന്തിൽ സെഞ്ചുറി അടിച്ചൊക്കെ നമ്മളെ. അപ്പോൾ ഇത്തവണ നമ്മൾ അസറിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസിന്റെ കേസിൽ, പ്രത്യേകിച്ച് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ ഞാൻ കുറച്ച് ദൂരത്താണ്. അതിനേക്കാട്ടിലും ബെറ്റർ എനിക്ക് തോന്നുന്നു എനിക്കൊരു കുറച്ച് മാച്ചസ് ജയിച്ച് ആദ്യം ടീമിനെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഗതി. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചുകൂടെ ക്രിക്കറ്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞൊരു 2 വർഷമായിട്ട്. സത്യം പറഞ്ഞാൽ അതാണ് സംഭവം. അപ്പോൾ എനിക്കിതിൻ്റെ മേലോട്ട് പോകണമെന്നോ ഇല്ലെങ്കിൽ അവരെന്നെ എടുക്കുമോ എന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. ഞാൻ ഏറ്റവും നന്നായിട്ട് കളിക്കുക, എൻ്റെ ഏറ്റവും നല്ല ഫ്രെയിം ഓഫ് മൈൻഡിൽ നിൽക്കുക. തീർച്ചയായിട്ടും അന്ന് മുംബൈക്കെതിരെ കളിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യം ഉണ്ടായില്ല, ഞാൻ ഏറ്റവും നല്ല ഫ്രെയിം ഓഫ് മൈൻഡിലായിരുന്നു. വേറെ ഞാൻ ഒന്നും ആലോചിച്ചിട്ടല്ല ക്രിക്കറ്റ് അന്ന് കളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഫ്രെയിം ഓഫ് മൈൻഡിൽ നിൽക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഒപ്പം ഉള്ള പ്രിയപ്പെട്ടവരൊക്കെ എതിർ ടീമിലാണ്. ഇപ്പൊ സൽമാൻ നിസാർ ആണെങ്കിലും രോഹനാണെങ്കിലും സച്ചിൻ ബേബി ആണെങ്കിലും ഒക്കെ എതിരാളികളായി വരുവാണ്. തീർച്ചയായും ഞാൻ കഴിഞ്ഞ വർഷം നമ്മളിത് KCL തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളേറ്റവും നല്ല ചങ്ങായിമാരാണ് റോപ്പിന്റെ പുറത്ത്. ഇത് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് റോപ്പിന്റെ അകത്ത് കളിച്ചാലേ ഈ ടൂർണമെന്റ് സക്സസ് ആവുള്ളൂ. ടൂർണമെന്റ് സക്സസ് ആയാലേ നമുക്ക് വിജയമുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പം തീർച്ചയായും ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിക്കുക എന്നുള്ള, അവരും നന്നായിട്ട് കളിക്കണം, എന്നാലും അവരെക്കാട്ടിലും നന്നായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ബെറ്റർ ആയിട്ട് കളിക്കും തോറും മേലോട്ട് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. തളങ്കര അല്ലേ? അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കാസർഗോഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം, ക്രിക്കറ്റിന്റെ കേസിലാണെങ്കിലും ഇപ്പോൾ ഒരു ഗ്രൗണ്ടൊക്കെ വന്നു. അസർ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിനോട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് വന്ന് എനിക്കൊരു നല്ല താരമാകണമെന്ന്? നമ്മുടെ നാട്ടിൽ പണ്ടൊട്ടേ ക്രിക്കറ്റ് ഉണ്ട്, ലീഗ് ക്രിക്കറ്റും കാര്യങ്ങളുണ്ട്, ഒരുപാട് ക്ലബ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫാമിലി തന്നെ ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. അതിലുപരി എനിക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്, ഞാനൊരു 9th സ്റ്റാൻഡേർഡിലോട്ട് പാസ്സായപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അക്കാഡമിയിലോട്ട് വന്ന് കോട്ടയത്ത് ആയിരുന്നു ആദ്യം. അവിടുന്ന് ഞാൻ ഡിഗ്രി കഴിയുന്നവരെ 7 വർഷം KCN അണ്ടറിലായിരുന്നു. അണ്ടറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ്, ഇടയിൽ ക്ലാസ്, അങ്ങനെയായിരുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ 7 വർഷം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിസൾട്ട് വരും. അതും നമ്മുടെ കയ്യിൽ ഫോണില്ല, നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ പോകുമ്പോൾ മാത്രമേ വാർഡൻ ഫോൺ തരുള്ളൂ. അത്യാവശ്യം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാർഡനെ വിളിക്കാം. അങ്ങനത്തെയൊക്കെ സാഹചര്യമായിരുന്നു. അന്ന് നമ്മൾ കുറേ എതിർത്ത്, ഫോൺ തരാത്ത എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്.
ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ കുറേ നേരം ഫോണിലിരുന്ന് നമ്മൾ കളഞ്ഞേനെ. അന്ന് ഫോണൊന്നും ഉണ്ടായിട്ടില്ല, കൂടെ ഇരുന്ന് ഒരുപാട് കാര്യം ക്രിക്കറ്റിനെ പറ്റി ഒരുപാട് സംസാരിച്ച് ക്രിക്കറ്റ് ഒരുപാട് ഡെവലപ്പ് ചെയ്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ കാലിബർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരം വേണം, സക്സസ് ആവണം, സക്സസ് ആവണമെന്നല്ല, ബെറ്റർ ആവണം എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഒരു IPL പോലുള്ള കേരളത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്കാകെയുള്ളത് ഒരു ശ്രീശാന്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ടിനു യോഹന്നാൻ മാത്രമാണ് എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് നമ്മളിതാ സഞ്ജു എത്തി, പിന്നാലെ സൽമാൻ എത്തി, അസർ എത്തി, വിഘ്നേഷ് എത്തി, സച്ചിൻ ബേബി എത്തി. നമുക്ക് ഒരുപാട് താരങ്ങൾ. അപ്പം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് എൻ്റെ മകനെ ഈ ഫീൽഡിലേക്ക് വിടണോ, അല്ലെ ക്രിക്കറ്റ് കളിക്കാൻ വിടണോ എന്നുള്ള ഭയമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കാം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റി വെക്കേണ്ട സമയമാണ്. ഹൈ ടൈമാണ് അതിന്. കാരണം വേൾഡിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു ടൂർണമെന്റാണ് IPL. ആ IPLന്റെ ഒരു ഫ്രാഞ്ചൈസി കഴിഞ്ഞ 3-4 വർഷമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സഞ്ജു ഭായ് എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ തീർച്ചയായിട്ടും പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കളിക്കണമെന്ന് അതിയായ ആഗ്രഹം മകനോ മകൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ വിടാം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ജെന്യൂൻ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫീൽഡിലോട്ട് ഇറങ്ങാം. ഓക്കെ സർ, അപ്പോൾ എന്തായാലും ആലപ്പുഴയെ വിജയത്തിൽ എത്തിക്കാനാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് അടുത്ത രഞ്ജി ട്രോഫി. താങ്ക് യു. അത് എടുക്കണം. താങ്ക് യു. തീർച്ചയായും.